പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശത്രുവിനെ തോൽപ്പിക്കുക എന്നതാണ്. നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. ശത്രുവിനോട് മുഖാമുഖം വെല്ലുവിളിക്കണമെങ്കിൽ നമുക്ക് കരുത്ത് ആവശ്യമുണ്ട്. അവനോട് പൊരുതണമെങ്കിൽ നമുക്ക് ഒരുക്കം അനിവാര്യമാണ്. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. അവനോട് എതിർക്കുന്നതിന് മുമ്പായി അവന്റെ ശക്തിയെയും ബലത്തെയും കണക്ക് കൂട്ടി തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ശത്രു രാജ്യത്തോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി അവരുടെ സൈന്യബലം, കോട്ടകൾ, ആയുധമുറകൾ എല്ലാം നന്നായി കണക്ക് കൂട്ടേണ്ടതുണ്ടല്ലോ. ഒരു തിട്ടവുമില്ലാതെ ബലവാനായ ശത്രുവിനോട് ഏറ്റുമുട്ടിയാൽ കനത്ത പരാജയവും തകർച്ചയും ഏറ്റുവാങ്ങേണ്ടി വരും. അത് നമ്മുടെ ശത്രു ബലവാനും തന്ത്രശാലിയും വിശ്രമമില്ലാത്തവനും തന്നെ. എന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയുണ്ട്. അവൻ നമ്മുടെ കർത്താവിന്റെ കുരിശുമരണവും ഉയർപ്പും മൂലം പരാജയപ്പെട്ടവനാണ്. നമ്മുടെ രക്ഷകൻ കാൽവരിയിൽ ശത്രുവിന്റെ തലയെ തകർത്തവനാണ്. നാം ദൈവത്തിന്റെ ശക്തിയും ബലവും ധരിച്ചവരായിരിക്കണം. ബലവാനായ ശത്രുവിനെ ബന്ധിച്ചൊതുക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ അത്യന്ത ശക്തി നാം പ്രാപിച്ചെടുത്തേ മതിയാവൂ. ശത്രുവിനോട് ഏറ്റുമുട്ടുന്ന നാം ധൈര്യശാലികളായിരിക്കണം. നാം അധൈര്യപ്പെട്ടു പോയാൽ പരാജയം സുനിശ്ചിതമാണ്. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. പിശാചിന്റെ മുമ്പിൽ നാം ഭയപ്പെടാൻ പാടില്ല. ഭയപ്പെട്ടാൽ പിശാച് നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യഹോവ തന്റെ മക്കൾക്ക് വേണ്ടി ശത്രുവിനോട് പോരാടുന്നവനാണ്. അവന്റെ നാമത്തിൽ ശത്രു ഭയപ്പെട്ടു പോകും. ശത്രുവിനോട് യുദ്ധം ചെയ്യുവാനും അവനെ തോൽപ്പിക്കുവാനുമുള്ള വ്യക്തമായ വഴികൾ ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം ഇപ്രകാരം പറയുന്നു: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവിക സഹായമില്ലാതെ നാം ദുഷ്ടന്റെ നേരെ പാഞ്ഞെടുത്താൽ നമ്മെ അവൻ തളർത്തി കളയും. അതുകൊണ്ട് ദാവീദ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്: നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. നമ്മുടെ ശത്രുവായ സാത്താൻ തന്ത്രശാലിയാണ്. വചനം ഇപ്രകാരം പറയുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ നമുക്ക് ദൈവസഹായം കൂടിയേ തീരും. ദൈവിക പദ്ധതികളെയും ദൈവജനത്തെയും തകർത്തുടക്കുകയാണ് സാത്താന്റെ ലക്ഷ്യം. വചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സാത്താന് നല്ലവണ്ണം അറിയാം. ഈ ഭൂമിയിൽ അവൻ അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് അവൻ മുഴുശക്തിയോടെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം അവന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോയാൽ നമ്മുടെ ഓട്ടവും അധ്വാനവും വൃഥാവാകും. ആകയാൽ നാം ഉണർന്നേ മതിയാകും. ഇത്ര നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇതാണ്: പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. ആര് പിശാച് ഇല്ലെന്ന് പറഞ്ഞാലും പിശാചുണ്ട്. നമ്മൾ ആത്മീയമായി ഉയരുകയാണെങ്കിൽ പിശാച് നമ്മുടെ അടുത്തും വരും എന്ന് ഉറപ്പാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അങ്ങനെ ഒരു 5-6 വർഷം ഒന്ന് പ്രാർത്ഥിച്ചു പോയിക്കേ, പിശാച് നിങ്ങളുടെ അടുത്തും വരും. പലർക്കുമുള്ള ഒരു സംശയമാണ് പിശാച് നമ്മുടെ വായിൽ കൂടി സംസാരിക്കുമോ എന്നുള്ളത്. അതിന് വ്യക്തമായ ഞാൻ ഉത്തരം പറയുന്നു: പിശാച് നമ്മുടെ വായിൽ കൂടി സംസാരിക്കും. ബൈബിളിൽ നിന്ന് ഞാനിത് വ്യക്തമാക്കാം. കർത്താവിന്റെ കുരിശുമരണത്തെ കുറിച്ച് പറയുമ്പോൾ പത്രോസ്ലീഹ പറയുന്നുണ്ടല്ലോ, ഇത് നിനക്ക് ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അന്നേരം പത്രോസ്ലീഹയെ അല്ല കർത്താവ് ശാസിക്കുന്നത്,
കർത്താവ് പിശാചിനെയാണ് ശാസിക്കുന്നത് എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ പിശാചിനെ ശാസിക്കുന്നത്? അത് പിശാചാണ് പത്രോസ്ലിഹയുടെ വായ്ക്കടെ പറഞ്ഞതെന്ന് കർത്താവിന് വളരെ വ്യക്തമായി മനസ്സിലായി. അതാണ് കർത്താവ് പിശാചിനെ ശാസിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ വായിൽ കൂടെയും പറയാൻ പിശാചിന് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആത്മീയമായി ഉയർന്നു കഴിഞ്ഞാൽ ദൈവവും നമ്മുടെ വായിൽ കൂടി സംസാരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഒരു പ്രാർത്ഥനാകാരന്റെ അടുത്ത് ഒരാൾ വന്ന് വലിയ സങ്കീർണമായ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനാകാരന് ഒരിക്കലും ബുദ്ധിയിൽ അതിന് മറുപടി പറയാൻ പറ്റുകയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ പ്രാർത്ഥനാകാരന്റെ വായിൽ കൂടി ദൈവം തന്നെ അതിന് മറുപടി തരുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിനും നമ്മുടെ വായിൽ കൂടി സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റു പലർക്കുമുള്ള ഒരു സംശയമാണ്, ചില സാത്താൻ സേവക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഗീർസുന്യാളുടെ രൂപവും മാതാവിന്റെ രൂപവും ഒക്കെ വെച്ചേക്കും. അപ്പൊ അവര് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മാതാവിന്റെ രൂപത്തോടോ ഗീർസുന്യാളുടെ രൂപത്തോടോ പ്രാർത്ഥിച്ച് നോക്കി ചോദിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് ഒരു തട്ടിപ്പാണ്. ഈ സാത്താൻ സേവക്കാരന്റെ അടുത്തുള്ള മാതാവിന്റെ രൂപത്തിലും ഗീർസുന്യാളുടെ രൂപത്തിലും അവര് പൈശാചിക ശക്തിയെ ആവസിച്ച് ഇരുത്തിയേക്കുവാണ്. എന്നിട്ട് ആ പിശാചിനോട് ചോദിച്ചാണ് അവർ ഓരോ കാര്യത്തിനും മറുപടി പറയുന്നത്. അതുകൊണ്ട് പല ക്രിസ്ത്യാനികൾക്കുള്ള ഒരു സംശയം എന്താന്ന് വെച്ചാൽ, മാതാവിന്റെ രൂപം ഇരിക്കുന്നു, ഗീർസുന്യാളുടെ രൂപം ഇരിക്കുന്നു, അവരോട് ചോദിച്ചാണല്ലോ പറയണേ, അതുകൊണ്ട് നമുക്ക് അവരുടെ അടുത്ത് പോകാം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഒരു കാരണവശാലും സാത്താൻ സേവക്കാരന്റെ അടുത്തിരിക്കുന്ന ഗീർസുന്യാളുടെ രൂപത്തിന്റെ അടുത്തോ മാതാവിന്റെ രൂപത്തിന്റെ അടുത്തോ നമ്മൾ സഹായം സ്വീകരിക്കാൻ പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിലുള്ള മാതാവിന്റെ രൂപം, അതുപോലെ തന്നെ ഗീർസുന്യാളുടെ രൂപത്തിലൊന്നും പിശാചൊന്നുമില്ല. അതിൽ പിശാചുണ്ടെന്ന് ഓർക്കുകയും വേണ്ട. സാത്താൻ സേവക്കാര് ഒരു വിഗ്രഹം, മാതാവിന്റെ രൂപവും ഗീർസുന്യാളുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലോട്ട് സാത്താനെ പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തി മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതിൽ സാത്താനെ ഇരുത്തിയേക്കുവാണ്. അങ്ങനെയാണ് മാതാവിന്റെ രൂപത്തിലും ഗീർസുന്യാളുടെ രൂപത്തിലും സാത്താൻ സേവക്കാരുടെ അടുത്തുള്ള ആ രൂപത്തില് പിശാചിന്റെ സാന്നിധ്യം വരുന്നത്. അല്ല, പള്ളിയിലുള്ള മാതാവിന്റെ രൂപത്തിലും ഗീർസുന്യാളുടെ രൂപത്തിലും ഒന്നും പിശാചിന്റെ സാന്നിധ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് മാതാവിനോടും ഗീർസുന്യാളോടും മധ്യസ്ഥം ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാല്, പിശാച് ഒരു യാഥാർത്ഥ്യമാണ്. പിശാച് നമ്മുടെ ഏക ശത്രു എന്ന് പറയുന്നത് പിശാചാണ്. പിശാച് നമ്മളെ എങ്ങനെയെങ്കിലും മരണശേഷം നരകത്തിൽ കൊണ്ടുപോകാനാണ് പിശാച് നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മളെ എല്ലാവരെയും മരണശേഷം സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. പക്ഷെ പിശാച് നേരെ എതിരാണ്. അതുകൊണ്ട് ദൈവം നമ്മുടെ അടുത്ത് ഒരു കാര്യം വന്ന് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാല് പിശാച് വന്ന് വളരെ വ്യക്തമായി നമ്മളോട് പറയും അത് ചെയ്യരുത് എന്ന്. ബൈബിളിൽ തന്നെ ആദിമ മാതാപിതാക്കളോട് ദൈവം പറഞ്ഞതിന് നേരെ എതിര് ചെയ്യാൻ പിശാച് പറയുന്നത് കാണുന്നുണ്ടല്ലോ. അങ്ങനെ പിശാചിന്റെ വാക്ക് കേട്ട് അവർ ആത്മീയമായി ആദോഹമായി ആത്മീയമായി മരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ദൈവം നല്ലൊരു കാര്യം നമ്മളോട് ചെയ്യാൻ നമ്മളോട് പറയുമ്പോൾ അതിന് നേരെ എതിര് ചെയ്യാൻ പിശാച് നിർബന്ധിക്കും എന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു സാത്താൻ സേവക്കാരുടെ അടുത്ത് നമ്മൾ പോകാൻ പാടില്ല. നമ്മളൊരു സാത്താൻ സേവക്കാരന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിശാചിന് നമ്മളിലോട്ടുള്ള വാതിലുകൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സാത്താൻ സേവക്കാരന്റെ അടുത്ത് പോയി പിശാചിന്റെ സഹായം സ്വീകരിച്ചാൽ പിശാചിന് നമ്മളെ ഒത്തിരി ഉപദ്രവിക്കാനും കൊല്ലാനൊക്കെ സാധിക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സാത്താൻ സേവക്കാരുടെ അടുത്ത് പോകാൻ പാടില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ സാത്താൻ സേവക്കാരന്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിക്കുക. ക്രിസ്ത്യാനിയാണെങ്കിൽ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുക. മറ്റു മതസ്ഥരാണെങ്കിൽ ദൈവത്തോട് നേരിട്ട് ക്ഷമ ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരു പാവമാണ് പിശാചിനെ ആരാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ പിശാചിന്റെ സഹായം സ്വീകരിക്കുന്നത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ എത്ര പ്രതിസന്ധി വന്നാലും പിശാചിന്റെ സഹായം സ്വീകരിക്കാൻ പോകാൻ പാടില്ല. നമുക്ക് പ്രശ്നങ്ങൾ വന്നു രോഗങ്ങൾ വന്നാൽ അത് മാറാൻ നമ്മൾ ദൈവത്തോട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിശാച് ഇന്നേ വരെ ഒരുത്തരെയും നന്നാക്കിയ ചരിത്രമില്ല. എല്ലാവരെയും നശിപ്പിച്ച ചരിത്രം മാത്രമേ പിശാചിനുള്ളൂ. അതുകൊണ്ട് പിശാച് ഒട്ടും വിശ്വസ്തനല്ല. എത്ര നല്ല തേനൂറുന്ന ഭാഷയിൽ പിശാച് സംസാരിച്ചാലും അത് നമ്മളെ നശിപ്പിക്കാനും മരണശേഷം നമ്മളെ നരകത്തിൽ കൊണ്ടുപോകാനും വേണ്ടിയാണ് പിശാച് പറയുന്നത്. അതുപോലെ പിശാചിന്റെ പ്രവൃത്തി മുഴുവൻ നമുക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് എത്ര പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും പിശാചിന്റെ സഹായത്തിന് നമ്മൾ പോവാതിരിക്കുക. നമുക്ക് എപ്പോഴും ആശ്രയിക്കാവുന്നതും വിശ്വസിക്കാവുന്നതും ദൈവത്തെ മാത്രമാണ്.
അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലാം. ദൈവത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവസഹായം സ്വീകരിച്ച് പിശാചിനെ നമുക്ക് തോൽപ്പിച്ച് മരണശേഷം നമുക്ക് നേരെ സ്വർഗത്തിലും പോകാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.